പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ELSൻ്റെ +2 എക്കണോമിക്സിൻ്റെ 22ാമത്തെ ചാപ്റ്ററാണ്. ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ചാപ്റ്ററിന്റെ പേരാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പൂർണ്ണ മത്സരത്തിന്റെ കീഴിലുള്ള വില നിർണ്ണയമാണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ, അതായത് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതിൻ്റെയും കൂടി മൊത്തം 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കുന്നത്. ആ പറയുന്ന 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ 4 ചാപ്റ്ററാണ്. ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകളും മാറിയിട്ടുണ്ട്. പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ 1 വേർഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് അവതരിപ്പിക്കുന്നത്. 1 വേർഡ് മാർക്ക്. ഇന്ന് നമ്മൾ 2 മാർക്കിൻ്റെ 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, ഇതൊക്കെ പുതിയ സിലബസ് പ്രകാരം എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഗൈഡ് ഉപയോഗിച്ചിട്ടാണ്. ഗൈഡിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യും എന്നുള്ളൊരു ഉത്കണ്ഠ നിങ്ങളുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബോർഡിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ക്ലാസ്സുകൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ 1-2 ചാപ്റ്റർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ കിട്ടിയാൽ മനസ്സിലാവും. അതേ രീതി തന്നെയാണ് നമ്മൾ ഗൈഡിലും കൊടുത്തില്ല. ഗൈഡ് എല്ലാ വിഷയത്തിൻ്റെയും ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ധാരാളം വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉള്ളൊരു കമ്പോളമാണ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അവിടെ ഏകാത്മക ഉൽപ്പന്നമാണ്. എല്ലാവരും വിൽക്കുന്നത് ഒരേ അസംസ്കൃത വസ്തു ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന സാധനങ്ങൾ എല്ലാവരെയും എന്താണ് ഒന്നാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് വില നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് വാട്ട് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ്? എന്താണ് സന്തുലിത വില? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സന്തുലിത വില എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒരു ഡയഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുകയാണ്. സന്തുലിത വില എന്ന് പറയുന്നത് നമുക്കറിയാം ഡിമാൻഡ് സപ്ലൈ കർവ് എങ്ങനെയാണെന്ന് അറിയാം. സാധാരണ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയാണ്, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എന്താണ് കൂടുകയാണ് ചെയ്തത്. ഡിമാൻഡ് കർവ് സാധാരണ ഡൗൺവേർഡ് ആണ്, മുകളിൽ നിന്ന് താഴോട്ട് ചെരിഞ്ഞിട്ടാണ്. എന്നൊരു സപ്ലൈ കർവ് എന്താണ് അപ്വേർഡ് ഡയറക്ഷൻ. പ്രൈസ് കൂടുമ്പോൾ ഒരു ഉൽപ്പാദകൻ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് സപ്ലൈ ചെയ്യും. പ്രൈസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി അയാൾ അതിന്റെ കൾട്ടിവേഷൻ കുറയും, സപ്ലൈ കുറയും. അപ്പോൾ പ്രൈസും സപ്ലൈ ഉള്ളത് ഒരേ ഡയറക്ഷനാണ്, കൂടുക കുറയാണ്. അതുകൊണ്ടാണ് അത് താഴെ നിന്ന് മുകളിലേക്കുള്ള അപ്വേർഡ്. ഡിമാൻഡ് പറയുമ്പോൾ താഴോട്ടാണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. ഇത് രണ്ടും സന്തുലിതമായ ഒരു പോയിന്റ് ഉണ്ട്. അത് നമ്മൾ ഈ ഡയഗ്രാമത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, ബോർഡിൽ വരയ്ക്കുന്നില്ല. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇത് എക്സ് എക്സം എന്ന് പറയുന്നത് ഡിമാൻഡും സപ്ലൈ ആണ്, വൈ എന്ന് പറയുന്നത് എന്താണ് പ്രൈസാണ്. ഇവിടെയാണ് സപ്ലൈ കർവ് മുകളിലോട്ടും ഡിമാൻഡ് താഴോട്ടുമാണ്. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്, പ്രൈസും ഡിമാൻഡും സപ്ലൈ. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് ആ ഇക്വിലിബ്രിയം പോയിന്റിന് നേരെയുള്ള പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ്, EP എന്ന് പറയും. സന്തുലിതാവസ്ഥയിലുള്ള വിലയാണ് പറയുന്നത് സന്തുലിത വില. ആ സന്തുലിതാവസ്ഥ എപ്പോഴാകുന്നത്? സപ്ലൈയും ഡിമാൻഡും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് വരുന്ന പോയിന്റിലാണ് എന്ന് പറയുന്നത് സന്തുലിതാവസ്ഥ വരുന്നത് എന്ന പേരിൽ അറിയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് എക്സസ് ഡിമാൻഡ്? ഹൗ ഈസ് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ റീസ്റ്റോർഡ് ഇൻ കേസ് ഓഫ് എക്സസ് ഡിമാൻഡ്? വലിയൊരു ചോദ്യമാണ്. എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അധിക ചോദനം എന്നാൽ എന്താണ്? അധികമായിട്ടുള്ള ഡിമാൻഡ് എന്താണ്? അധിക ഡിമാൻഡ്
ഡിമാൻഡും സപ്ലൈയും പുനഃസ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? സന്തുലിതാവസ്ഥ അടിസ്ഥാനമാക്കി വിശദീകരിക്കാം. ഒരു നിശ്ചിത വിലക്ക് കമ്പോളത്തിലെ ഡിമാൻഡ് കമ്പോള സപ്ലൈക്കാൾ കൂടുതൽ അവസ്ഥയാണ് അധിക ചോദനം എന്ന് പറയുന്നത്. കമ്പോള സപ്ലൈയേക്കാൾ കൂടുതൽ കമ്പോളം നമ്മൾ വിതരണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് വരിക, സാധനം അപ്പോൾ അവിടെ തികയാതെ വരും അല്ലേ? നമ്മൾ സപ്ലൈ ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് 100 ആൾക്ക് നമ്മൾ സപ്ലൈ ചെയ്യാൻ കരുതി, പക്ഷേ 110 ആൾ അവിടെ ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ ഒരു കല്യാണമാണെന്ന് വിചാരിക്കാം, ഭക്ഷണം ഉണ്ടാക്കി 500 ആൾക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കിയത്, പക്ഷേ 600 ആൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ഡിമാൻഡ് കൂടി അല്ലേ? സപ്ലൈ കുറയുകയും ചെയ്തു. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ് ഈ എക്സസ് ഡിമാൻഡ് എന്ന പേരിൽ അറിയുന്നത്. അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കമ്പോളത്തിൽ അവിടെ ഇക്വൽബറിയം 0, അധിക ചോദനവും 0, അധിക പ്രധാനമുള്ള അവസ്ഥയാണ് പറയുന്നത്. സന്തുലിതാവസ്ഥ 0, അധിക ചോദനം 0, അധിക പ്രധാനമുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അധികമായിട്ടുള്ള 0 ആയിട്ടാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ 0ആണ്. സന്തുലിതാവസ്ഥ 0, അധിക ചോദനം 0 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. ഒരു സമ്പൂർണ്ണ കിടമത്സര കമ്പോളം അവരുടേതായ താല്പര്യമുള്ള ഉപഭോക്താക്കളും ഉൽപാദകരും ചേർന്നാണ്. ഉപഭോക്താക്കൾ അവരുടെ സംതൃപ്തി പരമാവധിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉൽപാദകർ അവരുടെ ലാഭവും ഇതേപോലെ തന്നെ പരമാവധിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സന്തുലിതാവസ്ഥയിൽ ഉപഭോക്താക്കളും ഉൽപാദകരും ലക്ഷ്യങ്ങൾ നേടും. രണ്ടുപേരും ലക്ഷ്യം അവിടെ ഐക്വലിബ്രിയം പോലെ നേടുന്നത്. ഇവിടെ സപ്ലൈയുടെ കർവ് സ്ഥാനമില്ലാതെ സ്ഥിരമായി നിൽക്കുകയും ഡിമാൻഡ് കർവ് വലത്തോട്ട് സ്ഥാനം മാറും. സപ്ലൈ അങ്ങനെ തന്നെ നിൽക്കുന്നു, ഡിമാൻഡ് കർവ് വലത്തോട്ട് മാറും. ഇതൊരു ഡയഗ്രത്തോട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സാധാരണ ഡിമാൻഡ് കർവ്, സപ്ലൈ കർവ് കണ്ടു, ഇതാണ് ഡിമാൻഡ് കർവ് കേട്ടോ. ഡിമാൻഡ് പിന്നെ കൂടുകയാണ്, അതാണ് കുറച്ച് അപ്പുറത്ത് വലതുവശത്ത് വീണ്ടും 2 ഡിമാൻഡ് വന്നിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള ഡിമാൻഡ്, സപ്ലൈ പിന്നെ കൂടിയിട്ടില്ല, ഒറ്റ സപ്ലൈ കർവുള്ളൂ, നിശ്ചലാവസ്ഥയാണ്. സപ്ലൈ കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല, സപ്ലൈ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. D2 എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് DD ആയി വർദ്ധിക്കുകയാണ്. ഇതാണ് എക്സസ് സപ്ലൈ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് എക്സസ് സപ്ലൈ? എന്താണ് എക്സസ് സപ്ലൈ? ഹൗ ഈസ് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ റീസ്റ്റോർ ഇൻ കേസ് ഓഫ് എക്സസ് സപ്ലൈ എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു ചോദ്യമാണ്, അധിക സപ്ലൈ എന്നാൽ എന്ത്? അധിക പ്രധാനത്തിൽ നിന്ന് ചോദനം പുനഃസ്ഥാപിക്കുക എങ്ങനെ സാധിക്കും? ഇപ്പൊ നമ്മൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്, അധിക ഡിമാൻഡ്. അതായത് അധിക സപ്ലൈ എന്ന് പറയുന്നത് ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ വരികയാണ് ചെയ്യുന്നത്. ഒരു കല്യാണത്തിന് 500 ആളാണ് വന്നിട്ടുള്ളത്, പക്ഷെ 600 ആൾക്കുള്ള ഭക്ഷണം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 600 ആൾക്കുള്ള ഭക്ഷണം സപ്ലൈ ചെയ്യാൻ വെച്ചിട്ട് 500 ആളാണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാണ്? 100 ആൾക്കുള്ള ഭക്ഷണം അവിടെ ബാലൻസ് വരിക. അവിടെ നമുക്ക് പ്രശ്നമില്ല, അവിടെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. അധിക ഡിമാൻഡ് വന്നാലാണ് പ്രശ്നം. അധിക ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ സപ്ലൈ കുറവും, ഡിമാൻഡ് കൂടിയാൽ ആളുകൾക്ക് ഭക്ഷണം കിട്ടാതെ ആ കസ്റ്റമർ അവിടെ നിരാശപ്പെട്ടു പോകും. ഇവിടെ അങ്ങനെയല്ല, അധികപരമായിട്ടുള്ള സപ്ലൈ എന്ന് പറയുമ്പോൾ ഡിമാൻഡിനേക്കാൾ കൂടുതൽ 500 ആള് ഡിമാൻഡ് ചെയ്തൊരു കല്യാണത്തിന് 600 ആൾ എത്തിക്കഴിഞ്ഞാൽ 100 ആൾക്ക് അല്ല 600 ആൾ ഡിമാൻഡ് ചെയ്തൊരു കല്യാണത്തിന് 500 ആൾ എത്തിയെങ്കിൽ 100 ആളുടെ ഭക്ഷണം അവിടെ ബാക്കിയാണ്. അതാണ് എക്സസ് സപ്ലൈ എന്ന് പറയുന്നത്. എക്സസ് ആയിട്ട് 100 ആൾക്കും കൂടി അവിടെ സപ്ലൈ ചെയ്യാനുള്ള ഭക്ഷണം അവിടെ ഉണ്ട് എന്നതാണ്. ഇവിടെ ഡിമാൻഡ് കർവ് സ്ഥിരമായിട്ട് നിൽക്കും. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആണ്. സപ്ലൈ SS നിന്ന് S1ലേക്ക് ഇങ്ങനെ തന്നെ വരച്ച് പിടിക്കണം കേട്ടോ. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആയിട്ട് സ്ഥിരമായി നിൽക്കാതെ വർദ്ധിക്കുന്നില്ല, കൂടുന്നില്ല. കൂടുകയാണെങ്കിൽ അങ്ങോട്ട് പോകും, കുറയുകയാണെങ്കിൽ ബാക്കിൽ പോകും. അത് ചെയ്യുന്നില്ല, നിശ്ചലാവസ്ഥയാണ്. ഓക്കെ, ഡിമാൻഡ് 500 ആണെന്ന് വിചാരിക്കാം, സപ്ലൈ ചെയ്തത് 600 ആൾക്കുള്ള ഭക്ഷണം 500 നിന്ന് 600ലേക്ക് പോവുകയാണ്. SS നിന്ന് SS1ലേക്ക് പോകാം. ഇവിടെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ആർക്കും ഇവിടെ ഭക്ഷണം കിട്ടാതെ പോകുന്നില്ല, ആർക്കും ഉൽപ്പന്നം കിട്ടാതെ പോകുന്നില്ല. എന്നാൽ ഇത് വിതരണം ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ ഇത് വരും അല്ലേ, 100 ആൾക്കുള്ളത് വേസ്റ്റ് ആയോ എന്നുള്ളത് ചിലപ്പോൾ വന്നു നിൽക്കും. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, അവരെ എന്തെങ്കിലും വീടുകളിലേക്കോ എന്ത് ചെയ്യാം, വന്ന ആളുകളുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയൊക്കെ കൊടുത്തയക്കാം. അവിടെ ടെൻഷനില്ല. ഇനി 4ാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി എഫക്ട് ഓഫ് സൈമൾട്ടേനിയസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് ഇൻക്രീസ് ഇൻ സപ്ലൈ ഓൺ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഉയർന്ന ചോദനവും ഉയർന്ന പ്രധാനം സന്തുലിത വിലയിലും അളവിലും ഒരേ സമയം ഉളവാക്കിയ മാറ്റം ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കാം. അപ്പോൾ ഡിമാൻഡിലും സപ്ലൈയിലും 4 വിധത്തിൽ സ്ഥാനം മാറ്റണം. അതിൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ
സപ്ലൈ ഡിമാൻഡ് കർവുകൾ ഒരേ സമയം വലത്തോട്ട് സ്ഥാനം മാറും. അത് എക്സസ് ഒരേ സമയം വലത്തോട്ട് മാറാം. ഡിമാൻഡും സപ്ലൈ ഒരുമിച്ച് കൂടാണ്. രണ്ട് SS നിന്ന് S1ലേക്ക് മാറാം. ഡിയിൽ നിന്ന് D1ലേക്ക് മാറാം. ഒരേ സമയം മാറും. രണ്ടാമത് ചോദന പ്രധാനമൊക്കെ ഒരേ സമയം ഇടത്തോട്ട് എന്നാണ് കുറയാണ്. ഇങ്ങോട്ട് പോകുന്നതാണ് വലത്തോട്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് ഇടത്തോട്ട്. ഡിമാൻഡ് കർവ് ബാക്കോട്ട് വരികയാണ്, അല്ലെങ്കിൽ സപ്ലൈ കർവ് ഇങ്ങോട്ട് ബാക്കോട്ട് വരികയാണ്. അങ്ങനെയും വരാം. അല്ലെങ്കിൽ ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും വരാം എന്നതാണ്. ചോദന വക്രം വലത്തോട്ടും പ്രധാന വക്രം ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും വരാം, അല്ലെങ്കിൽ ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടും, ഇങ്ങനെ 4 രീതിയിൽ വരാം. ഈ 4 സാഹചര്യങ്ങളിലും സന്തുലിത വിലയിലും അളവിലും മാറ്റം വരുന്നുണ്ട്. ചോദന വക്രവും പ്രധാന വക്രവും ഒരേ സമയം വലത്തോട്ട് മാറുമ്പോൾ സന്തുലിത അളവ് വർദ്ധിക്കുകയോ സന്തുലിത വില വർദ്ധിക്കുകയോ കുറയുകയോ മാറ്റമില്ലാതെയോ വരാം. അപ്പോൾ ചോദന വക്രവും പ്രധാന വക്രവും ഒരേ സമയം ഇടത്തോട്ട് മാറുമ്പോൾ സന്തുലിത അളവ് കുറയും, സന്തുലിത വില വർദ്ധിക്കുകയോ കുറയുകയോ മാറ്റമില്ലാതെയോ വരാം. ഇവിടെ ഡിമാൻഡിന്റെ വർധനയുടെ നിരക്കും സപ്ലൈയുടെ വർധന നിരക്കും തുല്യമാണെങ്കിൽ സന്തുലിത വിലയിൽ മാറ്റം ഉണ്ടാകില്ല. ഇത് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഡയഗ്രാംസിൽ വിശദമാക്കുന്നുണ്ട്. കണ്ടോ, SS നിന്ന് SS1ലേക്ക് മാറുന്നുണ്ട്, ഡിയിൽ നിന്ന് D1ലേക്ക് മാറുന്നുണ്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. കണ്ടോ. ഇനി അടുത്ത ചോദ്യമാണ് 5ാമത്. എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് സീലിംഗ് പ്രൈസ് ആൻഡ് ഫ്ലോർ പ്രൈസ്. സീലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വില പരിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന പരമാവധി വിലയാണ്. ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുക, അവർക്ക് വീണ്ടും വീണ്ടും വാങ്ങാനുള്ള ഒരു താല്പര്യവും സന്തോഷമൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു വില നിശ്ചയിക്കും. അതിനാണ് വില പരിധി. വില പരിധി എപ്പോഴും ചോദന പ്രധാന ശക്തി ചേർന്ന് നിർണ്ണയിക്കുന്ന കമ്പോള വിലയേക്കാൾ കുറയും. ഗവൺമെന്റ് വില പരിധി നിശ്ചയിക്കുന്ന മൂലം കമ്പോളത്തിൽ പ്രധാനമായി 2 പ്രത്യേകതകൾ ഉണ്ടാകും. ഒന്നാമത് റേഷൻ കടയിൽ നീണ്ട ക്യൂ വരും. റേഷൻ കടകളിൽ മാവേലിക്ക് വരും. മറ്റ് കടകളിൽ എന്ത് ചെയ്യും? കച്ചവടം കുറയും ചെയ്യും അല്ലേ? റേഷൻ കടയിലൊക്കെ നമുക്ക് സാധാരണ 29-30 റുപ്യക്ക് നല്ല അരി കിട്ടുമ്പോൾ അതേ അരി തന്നെ കടയിൽ 44-45 കൊടുത്ത് നമ്മൾ വാങ്ങാം. കാരണം നമുക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അതിൽ കിട്ടും. ഒരു വീട്ടിൽ 2 റേഷൻ കാർഡ് ഉണ്ട്, 2 കാർഡുമ്പോൾ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ കടയിലെ ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ്. രണ്ടാമതായി ന്യായവിലക്ക് ലഭിക്കുന്ന സാധനങ്ങൾ കരിഞ്ചന്തയിലൊക്കെ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചോദന പ്രധാന ശക്തികൾ ചേർന്ന് നിശ്ചയിച്ച സന്തുലിത വില ഇവിടെ കമ്പോള ചോദനവും കമ്പോള പ്രധാനവും തുല്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്താണ് തറവില? ഉൽപാദകരുടെ താല്പര്യം സംരക്ഷിക്കുക. മറ്റേത് വില വരുത്തുന്ന ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് റേഷൻ കടകളൊക്കെ മാവേലി സ്റ്റോർ. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് പ്രൈസ് ഫ്ലോർ. തറവില എന്നാണ് അവിടെ ഉൽപാദകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന മിനിമം വിലയാണ് തറവില എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ്, അത് നമുക്ക് ചെയ്യണം. ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഒരു ഇക്വേഷൻ രൂപത്തിലാണ്. 100 - P മാർക്കറ്റ് ഡിമാൻഡ് കുറവില്, മാർക്കറ്റ് ഡിമാൻഡ് കുറവിലാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് 100 - P വരുന്നത്. ക്വാണ്ടിറ്റി സപ്ലൈ 20 + P ആണ് മാർക്കറ്റ് സപ്ലൈ കുറവ്. കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണ്. 2 മാർക്കുകൾക്ക് ചോദിക്കാൻ സാധ്യതയാണ്. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം എടുത്തെടുക്കണം കേട്ടോ. സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് QS = QD ആണ്. ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും ഈക്വലാവുന്ന പോയിന്റാണ് സന്തുലിതാവസ്ഥ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ എത്രയാണ്? ഇവിടെ നോക്കാം, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ 20 + P = ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എത്ര? 100 - P. ഇങ്ങനെയാണ് തന്നത്. അപ്പൊ ഇതിൽ എത്ര P ഉണ്ട്? 2 P ഉണ്ട്. 2 P വരുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇതിലിങ്ങനെ എഴുതാം P + P. ഈ P - P ഇങ്ങോട്ട് വരുമ്പോൾ P ആവും. ഈ സമത്തിന്റെ പുറത്തേക്ക് വരുമ്പോൾ +P ആവും. = എന്ത് ചെയ്യും? 100 അങ്ങനെ എഴുതാം. ഈ 20 മൈനസിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 20. ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു ഐറ്റം ഈ ഈക്വൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെ ഏത് സൈനാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടുന്ന് അങ്ങോട്ട് തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ഐറ്റം ഈക്വലിന്റെ അപ്പുറത്തേക്ക് ആകുമ്പോൾ ഏത് സൈനാണോ അതിന്റെ ഓപ്പോസിറ്റ്. ഇപ്പൊ 2P = 80 ആണ്. P = 80/2 40. ഇനി നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം.
ഇവിടെ കൊടുക്കുകയാണെങ്കിൽ 20 പ്ലസ് പിയുടെ വില എത്രയാണ് 40 ഈക്വൽ ടു 100 മൈനസ് പിയുടെ വില എത്രയാണ് 40. അപ്പൊ 60 ഈക്വൽ ടു 60. ഇതാണ് സന്തുലിതാവസ്ഥ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതോടെ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞത്. ഒരുപാട് ഡയഗ്രാംസും ഗ്രാഫൊക്കെ ഉണ്ട്, അത് ബോർഡിൽ എഴുതി ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ആ ഗ്രാഫുകളൊക്കെ ഈ സന്തുലിതാവസ്ഥയിലും എക്സസ് ഡിമാൻഡിൻ്റെ ഒക്കെ കർവുകൾ പഠിക്കണം. എസ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആ ഗ്രാഫൊക്കെ നന്നായി നോട്ട് ചെയ്ത് പഠിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാടുണ്ട്, അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഇനി നമ്മൾ 1 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസർ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. UNS-ൻ്റെ എല്ലാ വിഷയങ്ങളുടെയും മലയാളത്തിൻ്റെ ഗൈഡുകൾ ആവശ്യമുള്ളവരും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 നൽകുന്നുണ്ട്. വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന പോസ്റ്റ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ SSLC +2 നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നൽകുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെൻറ്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് ഇതെല്ലാം നമ്മൾ നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് എക്സാം അറേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.